2024 ചൈനയിൽ നടന്ന എയർ ഷോയിൽ ചൈനയുടെ 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റിന്റെ പ്രോട്ടോടൈപ്പ് അനാച്ഛാദനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചൈന ഇതിന്റെ വിജയകരമായ രണ്ടാമത്തെ പരീക്ഷണ പറക്കലും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈനയ്ക്ക് എതിരാളിയായി മറ്റൊരു 6ാം തലമുറ യുദ്ധവിമാനം എത്താൻ പോകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് ഒരു വലിയ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ 6ാം തലമുറ യുദ്ധവിമാനം തയ്യാറാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഫൈറ്റർ ജെറ്റിന് അവർ നൽകിയിരിക്കുന്ന പേരാണ് F-47. ഈ F-47 ഏറ്റവും വലിയ പ്രത്യേകതയാണ് മെച്ചപ്പെടുത്തിയ സ്റ്റെൽത്തും മൾട്ടി സ്പെക്ട്രൽ കാമഫ്ലേജും. അതായത് ഒരു 6ാം തലമുറ പോരാളികൾ റഡാർ ഒഴിവാക്കലിനപ്പുറം പൂർണ്ണ സ്പെക്ട്രം സ്റ്റെൽത്തിലേക്കാണ് നീങ്ങുന്നത്. ഇതിൽ ഇൻഫ്രാറെഡ് സപ്രഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് മാസ്കിംഗ്, വിഷ്വൽ കാമഫ്ലേജ്, അക്കൗസ്റ്റിക് ഡാംപനിങ് എന്നിവ ഉൾപ്പെടുന്നു. റഡാറിന് മാത്രമല്ല ഇതിനെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്നത്, എതിരാളിയുടെ മുഴുവൻ സെൻസർ സ്യൂട്ടിലുടനീളം ഇത് അദൃശ്യത ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെയാണ് ഇതിലെ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ്, ലേസറുകളും മൈക്രോവേവ് അധിഷ്ഠിത ആയുധങ്ങളും ആക്രമണത്തിനും പ്രതിരോധത്തിനുമായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങൾ ഉപയോഗിക്കാതെ തന്നെ വരുന്ന മിസൈലുകളെ പ്രവർത്തനരഹിതമാക്കാൻ, ഇലക്ട്രോണിക്സ് ജാം ചെയ്യാനും ശത്രു ഡ്രോണുകളുടെ കൂട്ടത്തെ നിർവീര്യമാക്കാനും ഇതിന് കഴിയും. ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക് 5-ൽ കൂടുതൽ വേഗതയുള്ള മിസൈലുകളെ വഹിക്കാനും വിക്ഷേപിക്കാനുമുള്ള കഴിവ് ഈ യുദ്ധവിമാനത്തിനുണ്ട്. വളരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ അതിവേഗത്തിൽ ആക്രമിക്കാൻ കഴിയും. ഈ മിസൈലുകൾ ശത്രുവിന്റെ പ്രതികരണ സമയം വെറും സെക്കൻഡുകളാക്കി മാറ്റുന്നു. അമേരിക്കയുടെ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് അഥവാ NGAD പ്രോഗ്രാമിന് കീഴിലാണ് F-47 വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം 2020 മുതൽ അമേരിക്കയുടെ അണിയറയിൽ ഇത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിനുകളുള്ള വാലില്ലാത്ത ബ്ലെൻഡഡ് വിംഗ് ബോഡിയാണ് F-47ന്റെ സവിശേഷത എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിഷ്വൽ റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. 300-ലധികം കിലോമീറ്റർ എയർ ടു എയർ കിൽ റേഞ്ചുകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ക്ലോസ് റേഞ്ച് പ്രതിരോധത്തിനായി ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയുടെ ഈ 6ാം തലമുറ യുദ്ധവിമാനമായ F-47 ഡ്രോണുകളുടെ കൂട്ടങ്ങളെയും സ്വയം പ്രവർത്തിക്കുന്ന വിഗ്മാൻ വിമാനങ്ങളെ വിന്യസിക്കാനും നിയന്ത്രിക്കാനും കഴിയും. അതുപോലെ തന്നെ കാര്യക്ഷമമായ എഞ്ചിനുകളും ആന്തരിക ഇന്ധന സംഭരണവും കാരണം ഇന്ധനം നിറയ്ക്കാതെ തന്നെ F-47ന്റെ കോമ്പാക്ട് റേഡിയസ് 1500-ലധികം നോട്ടിക്കൽ മൈലായി കണക്കാക്കുന്നു. 2 ബാഹ്യ ചിറകുകളുള്ള ഇന്ധന ടാങ്കുകൾ ഉപയോഗിച്ച് ഏകദേശം 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള F-22വിനെ ഇത് മറികടക്കും. 6ാം തലമുറ യുദ്ധത്തിൽ ഒരു ഫൈറ്റർ പൈലറ്റിന്റെ ഏറ്റവും നല്ല സഖ്യ കക്ഷി എന്ന് പറയുന്നത് മറ്റൊരു ഫൈറ്റർ വിമാനമല്ല, മറിച്ച് AI പവറുള്ള ഡ്രോണുകളുടെ ഒരു കൂട്ടമായിരിക്കും. ഇത് F-47ൽ ഉണ്ടായിരിക്കും. XU-58 വാൽക്കറി പോലുള്ള ഒന്നിലധികം UAVകളെ F-47 നിയന്ത്രിക്കും. ഈ F-47 എന്ന് പറയുന്ന 6ാം തലമുറ യുദ്ധവിമാനം വെറും ഒരു യുദ്ധവിമാനം മാത്രമല്ല, ഇതൊരു ആവാസ വ്യവസ്ഥയാണ് എന്ന് വേണം പറയാൻ. ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ ഏതൊരു പരിതസ്ഥിതിയും ഏതൊരു നിർണായക സാഹചര്യത്തെയും നേരിടാൻ തക്ക രീതിയിലുള്ള തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന AI മുതൽ വിശ്വസ്തരായ ഡ്രോൺ വിഗ്മാൻമാർ മുതൽ കോമ്പാക്ട് ക്ലൗഡ് ഇന്റഗ്രേഷൻ വരെ ഒരു പ്ലാറ്റ്ഫോമിൽ ലയിപ്പിച്ച എയറോസ്പേസ്, കമ്പ്യൂട്ടിംഗ്, കോമ്പാക്ട് ഫിലോസഫി എന്നിവയുടെ ഒരു ആവാസ വ്യവസ്ഥയാണിത്. അതുപോലെ തന്നെ ബോയിങ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ F-47 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ പോലും ഇല്ലാത്ത മറ്റൊരു സവിശേഷതയുമുണ്ട്. മാക് 2 വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഇതിന്റെ കഴിവ്. 3ാം തലമുറയിലെയും ചില 4ാം തലമുറയിലെയും ജെറ്റുകളിൽ മാത്രമാണ് ഈ കഴിവുള്ളത്. കാരണം അമിതമായി ചൂടാകുന്ന സ്റ്റെൽത്ത് കോട്ടിങ്ങുകളുടെ വെല്ലുവിളികൾ കാരണം 5ാം തലമുറ യുദ്ധവിമാനത്തിന് ഈ കഴിവില്ലായിരുന്നു. അതായത് മാക് 1.5-ൽ കൂടുതൽ വേഗതയിൽ തീവ്രമായ താപത്തിന് വിധേയമാകുമ്പോൾ വിമാനങ്ങൾ നശീകരണത്തിനോ കേടുപാടുകൾക്കോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ 5ാം തലമുറ ജെറ്റായ F-22 റാപ്റ്റർ, F-35 ലൈറ്റനിങ് 2 എന്നിവ സ്റ്റെൽത്ത്, സെൻസർ ഫ്യൂഷൻ കഴിവുകൾ എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിരുന്നത്. റഡാർ കണ്ടെത്തൽ ഒഴിവാക്കാൻ നിർണായകമായ പ്രത്യേക വസ്തുക്കൾ മാക് 1.5-ൽ കൂടുതൽ വേഗതയിൽ വിമാനത്തിന്റെ നശീകരണത്തിനും കേടുപാടുകൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ F-22വിന് മാക് 2വിനടുത്തേ ഉള്ളൂ വേഗത, പക്ഷെ അപൂർവമായി മാത്രമേ ഇത് നിലനിർത്തുന്നുമുള്ളൂ. കൂടാതെ F-35 മാക് 1.6-ൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അമിത വേഗതയേക്കാൾ അതിജീവനത്തിനാണ് ഈ 2 വിമാനങ്ങളും മുൻഗണന നൽകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1534 mph വേഗതയിൽ പറക്കാൻ കഴിയുന്ന മാക് 2 ശേഷിയിലേക്ക് F-47 തിരിച്ചെത്തിയത് മെറ്റീരിയൽ സയൻസിലും എഞ്ചിനീയറിംഗിലും ഒരു വഴിത്തിരിവ് തന്നെയാണ്. അതിവേഗ പറക്കലിനിടെ അതിന്റെ സ്റ്റെൽത്തിനെ സംരക്ഷിക്കുന്നതിനായി F-47 എംബഡഡ് മൈക്രോ ചാനലുകൾ അല്ലെങ്കിൽ അഡാപ്റ്റീവ് എയർഫ്ലോ സിസ്റ്റങ്ങൾ പോലുള്ള സജീവ കൂളിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചേക്കാം.
ഈ F-47 മാക് 2 ശേഷി അതിന്റെ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളുമായി സംയോജിപ്പിച്ച് ഇരട്ടി നേട്ടമാണ് നൽകുന്നത്. ചൈനയെ പോലുള്ള എതിരാളികൾ സ്വന്തം 6ാം തലമുറ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്റ്റെൽത്ത് ത്യജിക്കാതെ മാക് 2 നിലനിർത്താനുള്ള F-47 കഴിവ് നിർണായക നേട്ടം തന്നെയാണ്. മാർച്ച് 21 വൈറ്റ് ഹൌസിൽ വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചിരുന്ന നെക്സ്റ്റ് ജനറേഷൻ എയറോ ഡോമിനൻസ് എയർ സുപ്പീരിയോറിറ്റി ഫൈറ്റർ അനാച്ഛാദനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇത് മുമ്പ് ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഫൈറ്റർ ജെറ്റ് എന്നാണ്. പുതുതായി നാമകരണം ചെയ്യപ്പെട്ട ഈ ബോയിങ് F-47 സാങ്കേതിക വിദ്യയിലും പോരാട്ട ശേഷിയിലും F-22, F-35 എന്നിവയ്ക്ക് മുകളിലായിരിക്കും. ലോകത്തിലെ ആദ്യത്തെ 6ാം തലമുറ യുദ്ധ വിമാനമാണ് F-47 എന്നാണ് അമേരിക്ക പറയുന്നത്. അതുപോലെ ഓഗ്മെന്റഡ് റിയാലിറ്റി കോക്പിറ്റ് ആയിരിക്കും ഇതിൻ്റെത്. അതായത് ഭൗതിക നിയന്ത്രണങ്ങൾ വളരെ കുറവായിരിക്കും, ഇല്ലെങ്കിൽ ഇല്ലാതെയുള്ള ഒരു നിയന്ത്രണ പദ്ധതി ആയിരിക്കും ഇത്. പകരം പൈലറ്റിന്റെ ഹെൽമെറ്റ് വഴി ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ എല്ലാം തെളിഞ്ഞു വരും. ഇത് വിമാനത്തിന്റെ ഭാരം കുറയ്ക്കുകയും സോഫ്റ്റ്വെയർ അധിഷ്ഠിത സമീപനത്തിലൂടെ അപ്ഗ്രേഡബിലിറ്റി മെച്ചപ്പെടുത്തുകയും സാധാരണ ഫ്ലാറ്റ് സ്ക്രീൻ ക്രമീകരണത്തിന് പുറത്തുള്ള വിവരങ്ങൾക്ക് അധികമായിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പൈലറ്റിന്റെ ആരോഗ്യ നിരീക്ഷണവും ഇതിലുണ്ട്. ബയോമെട്രിക്, സൈക്കോ അനലിറ്റിക്കൽ മോണിറ്ററിംഗ്, സമ്മർദ്ദം, ആശയക്കുഴപ്പം, ഹൈപ്പോക്സിയ തുടങ്ങിയ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനായി, പോരാടുന്നതിനായി, പരിശീലനത്തിനായി പൈലറ്റിന്റെ ആരോഗ്യ നിരീക്ഷണവും ഇതിലുണ്ടാവും. ഇതുപോലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വിമാനത്തിലെ പ്രവർത്തനങ്ങളിലോ ഡേറ്റ പ്രോസസ്സിംഗിലോ സഹായിക്കാൻ കഴിയുന്ന ഇന്റലിജന്റ് വെർച്വൽ അസിസ്റ്റന്റായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഈ F-47 ചിലവെന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഭാവിയിലെ ഭീഷണികൾക്ക് കൂടുതൽ ഇതിനെ അനുയോജ്യമാക്കുകയും ചെയ്യും. ഈ F-22 അടിസ്ഥാന ചിലവെന്ന് പറയുന്നത് $140 മില്യൺ ആയിരുന്നു. എന്നാൽ മറ്റ് ഘടകങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ശരാശരി ചിലവെന്ന് പറയുന്നത് $350 മില്യൺ ആയി ഉയർന്നു. നേരെ മറിച്ച് F-47 കാര്യത്തിൽ ഈ ചിലവ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇത് വളരെയധികം കുറവായിരിക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരുന്ന പഴക്കം ചെന്ന F-22 സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന് പകരം ഒരു അത്യാധുനിക വിമാനം സ്ഥാപിക്കുക എന്ന അമേരിക്കയുടെ ലക്ഷ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് ഈ NGADയുടെ പതിപ്പുകൾ വിൽക്കുന്നതിന് അമേരിക്ക തയ്യാറാണ്. എന്നാൽ അത് സങ്കീർണമായ പതിപ്പുകൾ മാത്രമായിരിക്കും. കാരണം ട്രംപ് പറയുന്നത് ഒരു ദിവസം ഒരുപക്ഷെ ഇവർ നമ്മുടെ സഖ്യകക്ഷികളല്ലാതായി തീരാനും സാധ്യതയുണ്ട്. അമേരിക്കൻ വ്യോമസേനയുടെ 6ാം തലമുറയിലെ നോർത്ത് ഗ്രുമാൻ B-21 റൈഡർ ബോംബറിൽ F-47 ചേരുമെന്ന റിപ്പോർട്ടുമുണ്ട്. മെച്ചപ്പെട്ട ഇലക്ട്രോണിക് യുദ്ധശേഷികളും ഒരേ സമയം നിരവധി ഭീഷണികളെ നേരിടാനും കഴിവുള്ള അമേരിക്കയുടെ F-47 ഭാവിയിലെ വ്യോമ ആധിപത്യത്തിനായി സ്റ്റെൽത്ത് മികവും നെറ്റ്വർക്ക് ചെയ്ത പോരാട്ടവുമുള്ള ഒരു വ്യോമ പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. ബോയിങ്ങിന്റെ പ്രതിരോധ ബിസിനസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളിലൊന്നാണ് അമേരിക്കയുടെ 6ാം തലമുറ യുദ്ധവിമാനം. ഇതുവരെ വികസിപ്പിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും വികസിതവും മാരകവും പൊരുത്തപ്പെടാവുന്നതുമായ യുദ്ധവിമാനമായിരിക്കും F-47. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.